പോലീസിനെ പരസ്യമായി നടുറോഡിൽ വെച്ച് തല്ലുന്നതും ആക്രമിക്കുന്നതുമൊക്കെ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലേ? എന്നാൽ കൊല്ലം കൊട്ടാരക്കരയിൽ സിനിമയെ പോലും വെല്ലുന്നൊരു കാഴ്ച. കാറിൽ മദ്യപിച്ചെത്തിയ കാപ്പ കേസ് പ്രതിയും കൂട്ടാളിയും ചേർന്ന് പോലീസിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതികൾ എസ്ഐയുടെ കഴുത്തിന് പിടിച്ചാക്രമിക്കുകയായിരുന്നു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് എസ്ഐ ഉൾപ്പെടുന്ന സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ 2 പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. കൊട്ടാരക്കര കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ രാജേഷിനും ഡ്രൈവർ നിക്സനുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മദ്യപിച്ച് വാഹനമോടിച്ചതിനെക്കുറിച്ച് പോലീസ് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. കൊല്ലം സ്വദേശികളായ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷവും ലോക്കപ്പിനുള്ളിൽ അസഭ്യവർഷം തുടർന്നു. സുഹൃത്തുക്കളായ വെങ്കിടേഷും മനീഷും കാറിൽ മദ്യപിച്ചെത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധനയ്ക്കെത്തിയത്. കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ രാജേഷ്, ഡ്രൈവർ നിക്സൺ എന്നിവർ ചേർന്ന് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കൈകാണിച്ചു നിർത്തുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ പ്രകോപിതരായ പ്രതികളിൽ ഒരാൾ എസ്ഐയെ അസഭ്യം വിളിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതികൾ എസ്ഐയുടെ കഴുത്തിന് പിടിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തി ലോക്കപ്പിലേക്ക് മാറ്റിയത്. പരിക്കുപറ്റിയ പോലീസുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നിരവധി ക്രിമിനൽ കേസുകളിലും അടിപിടി കേസുകളിലും കാപ്പ കേസിലും പ്രതിയാണ് വെങ്കിടേഷ് എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.